PM ശ്രീയെ ചൊല്ലി ഇടതുമുന്നണിയിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ നിന്നും ഒറ്റയടിക്ക് രാഷ്ട്രീയ ചർച്ചകളെ ക്ഷേമ പദ്ധതികളിലേക്ക് വഴിതിരിച്ച് വിട്ടു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ കേരളം കണ്ടത്. പിണറായി വിജയന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിലയിരുത്തപ്പെട്ട നീക്കത്തിന് മുന്നിൽ എന്ത് പ്രതിരോധം തീർക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും PM ശ്രീ വിവാദത്തിലും തട്ടി അല്പമൊന്ന് പ്രതിരോധത്തിലായോ എന്ന് തോന്നിയതാണ്. പടിവാതിലിൽ കാത്തിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഉടനെത്തി പിണറായി വിജയൻ എന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരന്റെ സർജിക്കൽ സ്ട്രൈക്ക്. നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തും വേതനങ്ങൾ വർദ്ധിപ്പിച്ചും കർഷകരെ സന്തോഷിപ്പിച്ചുമെല്ലാമുള്ള സർക്കാർ വക ആനുകൂല്യങ്ങളുടെ പെരുമഴ. ഒപ്പം കേരളപ്പിറവിയിൽ കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനമുണ്ടാകുമെന്ന അറിയിപ്പു. പിണറായി സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കത്തിന്റെ ഞെട്ടലിലാണ് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന പ്രതിരോധം മാത്രമാണ് ക്ഷേമ പ്രഖ്യാപനങ്ങളെ നേരിടാൻ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിവർഷം 10,000 കോടിയുടെ അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾക്ക് പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നും ചോദിക്കുന്നു. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡം എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പറയുന്നു. 2021 ഒന്നാം പിണറായി സർക്കാർ ഭരണ തുടർച്ച ഉറപ്പിച്ചത് കോവിഡിൽ വലഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ പ്രഖ്യാപിച്ചും അവ കാര്യക്ഷമമായി വിതരണം ചെയ്തുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1500 ഉയർത്തിയ ക്ഷേമ പെൻഷൻ രണ്ടാം പിണറായി സർക്കാരിൽ 100 രൂപ കൂടി വർദ്ധിപ്പിച്ച് 1600 ആക്കി. ഇപ്പോൾ 400 രൂപ കൂടി കൂട്ടി 2000-ലെത്തിച്ച പെൻഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2500 പ്രഖ്യാപിക്കുമെന്നും വിലയിരുത്തലുണ്ട്. ഭരണപക്ഷത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ എന്ത് പ്രതിരോധം തീർക്കുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പ്രതിപക്ഷം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.